Good morning, my dears. Rise and shine. As always, how are you all? വെറുതെ ഇങ്ങനെ തേരാപ്പോരെ നടക്കുമല്ലേ? ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തന്നാലോ? What about something I can tell you guys about studies? പറയട്ടെ, ഞാൻ കോളേജ് ഡേയ്സ് ആണ്. സമയം വളരെ കുറച്ചേ ഉള്ളൂ. സ്നേഹിച്ച് നടക്കുമ്പോഴും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ പോകുമ്പോഴും വഴക്കിടുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നതിൻ്റെ കാര്യം ഇറ്റ്സ് ഫോർ our studies. പഠിക്കാനും മറക്കല്ലേ സുഹൃത്തുക്കളെ. ഇറ്റ് വിൽ ടേക്ക് us to the biggest heights. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് കം അപ്പ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ഇൻ സ്റ്റഡീസ് as well. ഇതൊന്നും കേട്ടിട്ടും തലയിൽ കയറാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അവർ കോളേജ് FM 94.6 with your favorite RJ Abi. നടന്നു നടുവൊടിക്കും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും ചക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. എന്ത് നല്ല പാട്ട്! കോളേജിലോട്ട് പോകുമ്പോ കേൾക്കാൻ പറ്റിയ പാട്ടാ ഈ പാട്ട്. നമുക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്ത പോലെയുണ്ട്, ഇല്ലളിയാ? അഫ്കോഴ്സ്, സംശയം എന്ത്, ഇത് നമ്മുടെ പാട്ട് തന്നെ. എടാ നിനക്കൊന്നും വേറെ പണിയില്ലേ? തന്നെത്താൻ ഇരുന്നങ്ങ് ട്രോളുവാ. ഇതിന്റെ ആർജി ആരാ? അഭിയെന്നോ എന്തോ പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. എന്താടാ? അവ 2-3 വട്ടം എന്നെ ട്രോൾ ചെയ്യുന്ന കേട്ടു. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നിനക്കൊന്നും വേറെ പണിയില്ലാത്തോണ്ടായിരിക്കുമല്ലേ ഇനിയിപ്പോ ഇതിന്റെ പുറകെ പോകാൻ പോന്നെ? വാ എളുപ്പം. പടക്കം ഇതിൽ നിന്ന് നേരത്തെ ആണല്ലോ. പടക്കം? നിന്റെ അപ്പൻ. എടാ നീ പറഞ്ഞതുപോലെ അവർക്ക് പ്രാന്താടാ. വെറുതെ നിന്നെ എന്റെ അപ്പനെ വിളിച്ചിട്ട് പോയാള്. വെറുതെ അല്ല, നീ അവളുടെ ഇരട്ടപ്പേര് വിളിച്ചിട്ടല്ലേ? ഇരട്ടപ്പേരോ? എപ്പോ? പടക്കം മൈഥിലി. പടക്കം മൈഥിലി തെണ്ടി. അവളെന്നെ ചെരുപ്പ് വലിച്ചെറിഞ്ഞടാ. പിന്നെ ഇത്ര പബ്ലിക്കായിട്ട് അവളുടെ ഇരട്ട പേരൊക്കെ വിളിക്കാവോ അളിയാ? ഇവനെ ഞാനൊന്ന് ശരിയാക്കി തരാം. ഇത് വേണ്ട, ഇപ്പൊ അവന്മാരുടെ അടുത്ത് പോകണ്ട. ഇത് അവന്മാര് മനഃപൂർവ്വം തന്നെയാ. ഇപ്പൊ നീ കയറി ഉടക്കാൻ നിൽക്കണ്ട, നമുക്ക് നല്ലോണം ആലോചിച്ചൊരു പ്ലാൻ ഉണ്ടാക്കാം. തെണ്ടി, നീ എനിക്കിട്ട് പണി കിട്ടിയോ അല്ലേടാ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളെ പോലെ നിനക്കും ഒരു പേര് അവള് ഇട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനിക്കോ? പറച്ചില് കേട്ടാൽ അറിഞ്ഞൂടെ അവള് ഇതിന് പേരിട്ടിട്ടുണ്ടെന്ന്? അവളുടെ കാലെ പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ നിന്റെ ഇരട്ട പേര് അറിഞ്ഞിരിക്കും, നോക്കിക്കോ. നീ അവളുടെ കാലെ പിടിക്കാൻ അങ്ങോട്ട് ചെല്ല്, അവള് നിന്റെ കാലെ വാരി നിലത്തടിക്കും. അതവൻ പറഞ്ഞത് പോയിന്റാ. ഒന്ന് പോയടാ, നീ അല്ലാണ്ടെങ്കിൽ നോക്കിക്കോ, ഞാനിത് കണ്ടുപിടിച്ചിരിക്കും. ഇവന്മാരിതെല്ലാം കൂടെ എന്തോ ഭാവിച്ചിട്ടാണോ? നിധു, നീ എന്തിനാ നിന്റെ ചെരുപ്പ് വലിച്ചെറിഞ്ഞേ? അതിപ്പോ ഗ്രൗണ്ടിൽ പോയി തപ്പണ്ടേ? അത് സാരമില്ല, ഞാൻ പോയി എടുത്തോളാം. പക്ഷേ അവന്മാർക്ക് ഇത് കൊടുക്കാനുള്ളതൊന്നും വെച്ച് താമസിപ്പിക്കരുത്. തനിക്കിന്ന് രാവിലെ ലാബിൽ ചെല്ലണ്ടേ? ഒരു കാര്യം ചെയ്യും, താൻ എന്റെ സാൻഡ്വിച്ച് ഇട്ടോ.
ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് തൻ്റെ സാൻഡൽസ് എടുത്ത് ക്ലാസ്സിൽ പോയിക്കോളാം. അല്ല അത് ഇറ്റ്സ് ഓക്കെ, താൻ പോയിക്കോ. പിന്നെ താൻ വിഷമിക്കൊന്നും വേണ്ട, അവന്മാർക്കിട്ട് ഒരു 6 പണി നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഇതെല്ലാം ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്, അത് നമുക്ക് ക്യാബിനിൽ സ്റ്റോർ ചെയ്യാം. ആ ഓക്കെ. എടുത്തു വെക്കുന്നതിന് മുമ്പ് റെക്കോർഡിലുള്ള ബാച്ച് നമ്പറും നമ്മുടെ റിയേജൻസിന്റെ പുറത്തുള്ള ബാച്ച് നമ്പറും സെയിം ആണോ നോക്കണം. പിന്നെ എല്ലാത്തിലും ഇന്നത്തെ ഡേറ്റ് ഇട്ടിരിക്കണം. പിന്നെ എക്സ്പയറി ഡേറ്റ് നോക്കണം. ആ ഓക്കെ. തനിക്കിതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നാ ഓക്കെ, ഞാൻ ഫൈനൽ ഇയേഴ്സിന്റെ ലാബിലോട്ട് ചെല്ലട്ടെ. നെക്സ്റ്റ് വീക്ക് അവിടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. പിന്നെ താനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം ഈ ഡോർ ക്ലോസ് ചെയ്തേക്കണം. എന്നിട്ട് ഫ്രണ്ട് റൂമിൽ കബേർഡിൻ്റെ അകത്ത് കീ ഇരിപ്പുണ്ട്. എന്നിട്ട് പൂട്ടിയിട്ട് കീ ഓഫീസ് റൂമിൽ കൊടുത്തേക്കണം. ഓക്കെ ഓക്കെ. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഓക്സൈഡ്. ഇതൊന്നും വേണ്ട. അയ്യോ, ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇതൊരു പോലെ പൊളിക്കും. എന്താ എന്തിനാ വന്നേന്ന്? എനിക്കെന്താ, ലാബിൽ കയറാൻ പാടില്ലേ? പാടില്ല. പാടില്ല എന്ന് പറയാൻ നീ ആരടി? ഞാനോ? എന്നെ അറിയത്തില്ല, നിന്റെ ക്ലാസ് ലീഡർ. ഒരു ക്ലാസ് ലീഡർ അല്ലേ, അല്ലാതെ നിന്റെ അമ്മ അനുരാധ ഉണ്ടാക്കി കൊടുത്ത ലാഭമൊന്നും അല്ലല്ലോ ഇത്. കേറണ്ടെന്ന് പറയാം. എന്റെ അമ്മ പറഞ്ഞോണ്ടല്ലോ. പറയും, ഇനിയും പറയും. നീ എന്തെടുക്കും? മാധവ വേണ്ട, എന്റെ അമ്മ പറഞ്ഞ നിന്റെ അപ്പന് ഞാനും പറയും. അല്ലേലും നിനക്ക് നിന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനെ പറയുന്നതാണല്ലോ ഇഷ്ടം. അയ്യോ, എന്ന് വെച്ച ഒരു പാവം പുണ്യാളനല്ലേ നിന്റെ അച്ഛൻ. ആടി, എന്റെ അച്ഛൻ പുണ്യാളൻ തന്നെയാ. എന്തേ? എന്താ എന്ത്? എന്നോട് കളിക്കാൻ നിൽക്കണ്ട, പൊയ്ക്കോ. ഇല്ലെങ്കിൽ നീ എന്തെടുക്കും? എന്റെ കയ്യിൽ കെമിക്കൽസ് ആ ഉള്ളത്. അതിന് ഞാനെന്ത് വേണം? അന്ന് നിന്ന് പൂത്തിരി കത്തിയതുപോലെ ആയിരിക്കത്തില്ല ഇന്ന് നിന്ന് കത്താൻ പോകുന്ന നീ. അങ്ങനെ ഞാൻ നിന്ന് കത്തുവാണെങ്കിൽ കൂടെ നീയും കാണും. മാധവ, മാറിക്കോ. എന്താ മോളെ, നീ പേടിച്ചോ? മാധവ, വിട്ടു എന്നെ. വീട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മാധവ, എന്താടി മാധവ മാധവ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടാ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവിടുന്ന് നിന്നെ ഇഷ്ടപ്പെടുന്നല്ലോ നല്ലത്. ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവുന്നതാ. തനിക്ക് നാളില്ലടോ, മര്യാദ ഇടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ താന്റെ തനി സ്വഭാവം കാണും. തന്നോട് ഇവിടെ ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? ലോക്കാക്കിയോ?
മാധവ ഡോറ് തുറക്ക്, കളിക്കല്ലേ, ഡോറ് തുറക്ക്, ഡോറ് തുറക്ക് മാധവ. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ ഡോറ് തുറക്ക്, കുഞ്ഞിക്ക് പേടിയാവുന്നു. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ വാ കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ കുഞ്ഞിയും കൂടെ കൊണ്ടുപോ കുഞ്ഞേട്ടാ. കുഞ്ഞേട്ടാ ഇവിടെ മൊത്തം ഇരുട്ട കുഞ്ഞേട്ടാ, എനിക്ക് പേടിയാവുന്നു. കുഞ്ഞേട്ടാ വാ, കുഞ്ഞിക്ക് പേടിയാ, കുഞ്ഞിക്ക് പേടിയാ കുഞ്ഞേട്ടാ. ആശി, ആശി മൈഥിലി, ഞാൻ കണ്ടില്ല, വാ നോക്കാം. ഈശ്വര ഇത് എവിടെ പോയി? ബായു ഇവിടെ എവിടെയില്ല. ലാബ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുവാണല്ലോ, അവിടെ ഇല്ല. വാ നമുക്ക് അവിടെ ഒന്നുകൂടെ പോയി നോക്കാം. കായു ഇത് പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുവാണല്ലോ. ശേ, ഇവിടെ ആരുമില്ല. ആശി ഇതിനകത്തുനിന്ന് ആരോ കരയുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിൽ ആരോ ഉണ്ട്. ഞാൻ പോയി കീ മേടിച്ചിട്ട് വരാം. ബായു നമുക്ക് നോക്കിയിരിക്കാൻ സമയമില്ല, ബാക്കിയെല്ലാം വരുന്നെടുത്ത് വെച്ച്. മൈഥിലി, മൈഥിലി, മിഥു, മിഥു, മൈഥിലി. കുഞ്ഞേട്ടാ, മൈഥിലി, കുഞ്ഞേട്ടാ. മൈഥിലി നോക്കിയേ, ഇത് ഞങ്ങളാ. അശി, ഗായു, മൈഥിലി എന്താ പറ്റിയേ? താൻ എങ്ങനെ ഇതിനകത്ത് പെട്ടെ? ആര് തന്നെ പൂട്ടിയിട്ടെ? മൈഥിലി, കുഞ്ഞേട്ടൻ, കുഞ്ഞേട്ടൻ. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങൾ അറിഞ്ഞോ, മൈഥിലി ആരോ ലാബിലിട്ട് പൂട്ടി. ആഷിക്കും ഗായത്രിയും ചെല്ലുമ്പോൾ ലാബിൽ മൈഥിലി ബോധം കെട്ട് കിടക്കുമായിരുന്നു. അവക്ക് അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അവക്ക് ഇത്തിരി കൂടുതലാ. ഇതിനുള്ള മറുപടി ഞങ്ങൾ പോയിട്ട് വന്നിട്ട് തരാം. പാടി. എന്തിനാണോ താൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സത്യം പറ മാധവ്, താനല്ലേ അവളെ ലാബിലിട്ട് പൂട്ടിയെ? ഇതിന് മാത്രം അവളോട് എന്ത് ശത്രുതയാണോ തനിക്കുള്ളേ? ഗായു ഇത് ഹോസ്പിറ്റലാണ്, ഒച്ച വയ്ക്കാതെ. മാധവ് താൻ ഇവിടെ നിൽക്കേ. മൈഥിലിക്ക് ഇതുവരെ നല്ലോണം ബോധം വീണിട്ടില്ല. ബോധം വന്നിട്ട് കുഞ്ഞേട്ടൻ ആരാണെന്ന് ഞാനൊന്ന് ചോദിച്ച് നല്ലോണം മനസ്സിലാക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ സംസാരിക്കാം. മനു, നീ എന്താ ഇവിടെ? അല്ല, ഇത് നിന്റെ കോളേജിന്റെ ഹോസ്പിറ്റലല്ലേ? അപ്പൊ കുഞ്ഞി അവൾ ഈ കോളേജിലാണ് പഠിക്കുന്നത്. മനു, നീ വാ തുറന്ന് എന്തെങ്കിലും പറ. കുഞ്ഞി മൈഥിലിയുടെ ചേച്ചിയാണോ? അതെ. ഈശ്വരി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? മനു കുഞ്ഞും കൂടെ ഒരു കോളേജിൽ
ആരും ഒന്നും അറിയാഞ്ഞ. സത്യം പറഞ്ഞു, ഇത് നീയാണോ ചെയ്ത? കുഞ്ഞേട്ടാന്ന് അവൾ ആരെയാ വിളിക്കുന്നതെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. മനു, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, ഇത് നീയാണോ ചെയ്തതെന്ന്. വലിയേട്ട, ഞാൻ രാവിലെ അവളെ ലാബിൽ വെച്ച് കണ്ടിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് വഴക്കിടുകയും ചെയ്തു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാനല്ല ഇതൊന്നും ചെയ്തത്. എന്തിനാടാ വീട്ടുകാർ തമ്മിൽ വഴക്കിടുന്ന പറയാനിട്ടാണോ നീ അവളും കൂടി ഇവിടെ കിടന്ന് വഴക്കുണ്ടെക്കുന്നത്? അവളെ പൂട്ടിയിടാനും മാത്രം അവളോട് നിനക്ക് എന്ത് ശത്രുതയാടാ ഉള്ളത്? വലിയേട്ട, ഞാൻ പറഞ്ഞു ഞാനല്ല അവളെ പൂട്ടിയിട്ടതെന്ന്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നീ ഇനി പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? വേണ്ട, ആരും വിശ്വസിക്കണ്ട. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും പണ്ടും ആരും വിശ്വസിക്കത്തില്ലല്ലോ. പക്ഷെ ഞാനല്ല ഇത് ചെയ്തത്. ഇനി അവളെ ആരെങ്കിലും പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിരിപ്പ് ഉണ്ടാവും. പൊയ്ക്കോ എടുത്ത്, എന്റെ കണ്ണിന് പോലും വന്നു പോരുത്. ഇച്ചേച്ചി കരയുണ്ടോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞി, ആരാ നിന്നെ ലാബില് പൂട്ടിയിട്ട്? അത് നീ എത്ര ചോദിച്ചാലും അതവള് പറയില്ല. പറഞ്ഞ മനുവും കുഞ്ഞിയും ഒരേ കോളേജിലാണെന്നുള്ളത് എല്ലാരും അറിയില്ലേ? കുഞ്ഞി, നീ എന്തിനാ മോളെ ആരെ അറിയിക്കാതെ ഈ കോളേജിൽ വന്ന് ചേർന്നേ? മനുവിനോട് വഴക്കിട്ട് നിനക്ക് ഇനിയും മതിയാവില്ലേ കുഞ്ഞി? അമ്മ ഇതൊന്നും അറിഞ്ഞില്ല എന്റെ ദൈവമേ. നിന്റെ അമ്മ ഒന്നില്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോ ഈ കോളേജ് രണ്ടും കൂടെ കത്തിക്കാൻ അവര് മനഃപൂർവ്വം ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാവും. പിന്നെ ആരും അറിയാതെ ഇവളെങ്ങനെ ഈ കോളേജ് വന്നേ? ഇതൊക്കെ തന്നോട് പറയാൻ താൻ ആരാ? താൻ എന്തിനാ എന്റെ ചേച്ചിയോട് വന്നേ? കുഞ്ഞി, നീ മഹിയേട്ടനെ ഒന്നും പറയണ്ട. കോളേജിൽ നിന്ന് വിളിച്ചപ്പോ പിന്നെ ഞാൻ ആരുടെ കൂടെ വരണമായിരുന്നു? കോളേജിൽ പോലും അമ്മയുടെ ഫോൺ നമ്പർ കൊടുത്തത് അത് ചെന്ന് മാറ്റി എന്റെ നമ്പർ നീ കൊടുത്തത് ഇന്ന് രാവിലെ അല്ലേ കുഞ്ഞി? അപ്പൊ നീ എല്ലാം കരുത്തിക്കൂട്ടി തന്നെയല്ലേ ചെയ്തു വയ്ക്കുന്നത്? എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞ അമ്മയെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? എന്നാലും ചേച്ചി, ഇയാളുടെ കൂടെ വരണ്ടായിരുന്നു. ഇയാളെ എന്തിനാ വിളിച്ചത്? അതിന് എന്നെ ഇവളെ വിളിച്ചില്ല. എന്നെ വിളിക്കാൻ അവൾക്ക് വിലക്കല്ലേ? ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കരയുന്നത് കണ്ട് വിളിച്ചോണ്ട് വന്നതാ. നിന്നെ ഓർത്തിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രം. എന്റെ മാസി കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ലാത്തോണ്ട് മാത്രം ഞാൻ ഇതിലിടപെട്ടതാ. അല്ലാതെ ഞാൻ ഇതിലിടപെടാൻ മാത്രം ഞാൻ എന്റെ ആരാ? ആരുമല്ല, ആരും. മാസി, ഉച്ച കഴിഞ്ഞു. എങ്ങനെ ഇവിടുത്തെ കാര്യം? വൈകുന്നേരം ഒരു ട്രിപ്പും കൂടെ ഉണ്ട് കുഞ്ഞിക്ക്. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ഇല്ല. ഇന്ന് പോകാൻ പറ്റില്ലേ? അത് സാരല്ല മഹിയേട്ടാ, മഹിയേട്ടൻ പൊയ്ക്കോ. ഞാൻ കുഞ്ഞിനോടെ ഇവിടെ നിന്നോളാം. അപ്പോ അനുവപ്പച്ചി? അമ്മയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞോളാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അമ്മയെ വിളിക്കാനോ? ഇച്ചേച്ചി വേണ്ട. അമ്മ ഇത് പറഞ്ഞ പിന്നെ അറിയട്ടെ, അനുവപ്പച്ചി അറിയട്ടെ. ഇങ്ങനെ തോന്നിയാസമൊക്കെ കാണിച്ചു വെച്ചിട്ട് ബാക്കി കൂടെ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ? അതിന് തന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞി. ഇച്ചേച്ചി പ്ലീസ്, ഇച്ചേച്ചി ആയിട്ട് ഇപ്പൊ അമ്മ ഒന്നും അറിയിക്കരുത്. അറിയാലോ, അമ്മ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇവിടുത്തെ പഠിത്തം അവസാനിപ്പിച്ചിട്ട് അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. കുഞ്ഞി, നീ വിചാരിക്കുന്ന പോലെ ഇത് അത്ര കുട്ടിക്കളിയൊന്നും അല്ല. അമ്മ ഇത് എപ്പോഴെങ്കിലും അറിഞ്ഞോളല്ലോ രംഗം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ എന്നെയും പിന്നെ അമ്മ വെച്ചേക്കോ. അതുകൊണ്ട് ഇവിടുത്തെ പഠിത്തം മതിയാക്കി നീ ഇപ്പോഴേ വീട്ടിലേക്ക് തന്നെ വരുന്നതാ നല്ലത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം നിനക്ക് ജർമ്മനിയിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ എങ്ങോട്ട് വേണേലും പോവാം. ഇച്ചി അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ പാസ്പോർട്ട് കിട്ടുന്ന വരെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. കുഞ്ഞി, നിന്നെ ഒറ്റക്കിട്ടിട്ട് ഞാൻ എങ്ങനെയാ പോകുന്ന ഇന്ന്? ഇച്ചി, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോളാം. ഇച്ചി പോയിക്കോ. ആരും ഒന്നും അറിയില്ല. ഗായുവോ റോസോ ആരെങ്കിലും വന്ന് നിന്നോളൂ പ്ലീസ്. വേണ്ട, അവരാരെയും വിളിക്കണ്ട. അത് പറയാൻ താൻ ആരാടോ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാന്നൊക്കെ സമയം പോലെ നിനക്ക് പറഞ്ഞുതരാം.
ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടോ, അല്ലെങ്കിൽ അനുവപ്പിച്ചേ വിളിക്കും. മഹേട്ടാ, ആരും കുഞ്ഞിയുടെ കൂടെ അല്ലാതെ അത് പറ്റില്ല മഹേട്ടാ. ആര് പറഞ്ഞു കുഞ്ഞിയുടെ കൂടെ ആരും ഇല്ലാതെയാ നമ്മൾ പോകുന്നെന്ന്? കുഞ്ഞിയുടെ കൂടെ നിൽക്കാനുള്ള ആള് ഇപ്പൊ വരും. എന്താ ഇവളെ നോക്കാൻ ഞാൻ ഇവിടെ നിൽക്കാനോ? ഇംപോസിബിൾ. പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല ചേച്ചി. ഒരു രാത്രി പോയിട്ട് ഒരു 5 മിനിറ്റ് എനിക്ക് ഇവനെ സഹിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ വലിയേട്ടാ, ഇത് നടക്കുന്ന കാര്യമല്ല. ഇല്ല ചേച്ചി, ഇത് നടക്കില്ല. ഇവര് രണ്ടുപേരും കൂടെ പറ്റത്തില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് മാസി, നീ ഒരു കാര്യം ചെയ്, അനുവദിച്ച് വിളിച്ചു കാര്യങ്ങളെല്ലാം പറ. പിന്നെ മനു, നീ ഇന്ന് കാണിച്ച ചെറ്റത്തരത്തിന് മിനിമം ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ എങ്കിലും കൊടുക്കാതെ നിനക്ക് കോളേജിലോട്ട് കയറാൻ പറ്റില്ല. അമ്മയും അച്ഛനും അറിയാതെ നീ എങ്ങനെ ക്ലാസ്സിലോട്ട് കയറുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. മാസി, നോക്കി നിൽക്കാതെ അനുവദിച്ചു വിളിക്കുക. അല്ലേ ചേച്ചി, വേണ്ട. ഈ മാക്കാച്ചെങ്കിൽ അങ്ങനെ തന്നെ ഒരു രാത്രി എടുത്ത കാര്യല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം. അപ്പോ ഇനി നീയോ? അല്ല, അത് പിന്നെ പ്രിൻസിപ്പൽ സാറ് വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി എന്ന് പറഞ്ഞിട്ടു. വലിയേട്ടൻ വന്നാ ഞാൻ വരാം. പക്ഷേ എങ്ങനെയാ ഇവിടുത്തെ കാര്യം? അത് ഞാൻ നിന്നോളാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുഞ്ഞിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. രാത്രിയിലത്തെ ട്രിപ്പ് കൂടെ തീർന്ന ഡിസ്ചാർജ് ആക്കും. പിന്നെ രണ്ടും കൂടി ഇവിടെ കിടന്ന് വഴക്കിടാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എല്ലാം വിധി പോലെയെന്ന് ഞാൻ അങ്ങ് കരുതും. കുഞ്ഞി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇച്ചേച്ചി പൊയ്ക്കോട്ടെ. ഇച്ചേച്ചി പൊയ്ക്കോ. കുഞ്ഞി, ഇച്ചേച്ചിയുടെ കുട്ടി അവനോട് വഴക്കിനൊന്നും പോവല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇച്ചേച്ചിയുടെ കൂടെ നീ അങ്ങ് പോരെ. നമുക്ക് അമ്മയോടെല്ലാം തുറന്നു പറയാം. ഇല്ല ചേച്ചി, പ്ലീസ്, ഇപ്പൊ അമ്മയോടൊന്നും പറയല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കുഴപ്പത്തിനും പോവുകയില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ബില്ലും സെറ്റിൽ ചെയ്ത് പ്രിൻസിപ്പലിനെയും കണ്ടിട്ടേ പോത്തുള്ളൂ. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. വഴക്കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. കുഞ്ഞി, അന്നേ ചേച്ചി പോയിട്ട് വരാം. മനു, ദയവ് ചെയ്ത് എന്റെ കുഞ്ഞോട് നീ വഴക്കുണ്ടാക്കല്ല പ്ലീസ്. മഹിയേട്ടാ, എന്നാലും കുഞ്ഞിനെ മനുവിനെ ഏൽപ്പിച്ചിട്ട് വരണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു സമാധാനമില്ല, പേടിയാവുന്നു. മനുവിനെ എന്തേലും കുഞ്ഞെ. മാസി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നിനക്ക് തോന്നുന്നുണ്ടോ മനു കുഞ്ഞിനെ അപായപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന്? അപ്പൊ ഇന്ന് ലാബിൽ അവളെ പൂട്ടിയിട്ടതോ? എനിക്കൊന്നും അറിയില്ല മഹിയേട്ടാ. ഇല്ല മാസി, എനിക്ക് ഉറപ്പുണ്ട് മനു അല്ല അത് ചെയ്തതെന്ന്. പക്ഷെ കുഞ്ഞ് പറഞ്ഞത് വെച്ചിട്ട് കുഞ്ഞിയും കറക്റ്റ് ആയിട്ട് കണ്ടില്ലല്ലോ. ഇല്ല മാസി, മനു അല്ല. ഇനി അവനായിരുന്നു അത് ചെയ്തതെങ്കിൽ അവനത് സമ്മതിച്ചേനെ. മനുവിന്റെ സ്വഭാവം തനിക്കും അറിയാല്ലേ. എന്നാലും മഹിയേട്ടാ, അവരെ രണ്ടുപേരെയും കൂടെ ഒറ്റയ്ക്ക് അവിടെ. മാസി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുവിന് കുഞ്ഞില്ലാതെയും കുഞ്ഞിക്ക് മനു ഇല്ലാതെയും ജീവിക്കാൻ പറ്റത്തില്ലടോ. പണ്ടത്തെ സ്നേഹം അവരുടെ ഉള്ളില് എവിടെയൊക്കെ ഉണ്ട്. എനിക്ക് ഉറപ്പാ. പണ്ട് ജീവന തുല്യം സ്നേഹിച്ച ഒരാളെ എങ്ങനെയാ മാസി ഇത്രത്തോളം വെറുക്കാൻ പറ്റുന്നേ? താൻ പേടിക്കണ്ട, അവിടെ ഒന്നും സംഭവിക്കില്ല. വാ, താൻ കാറി കയറി. അല്ല, അത് വേണ്ട മഹിയേട്ടാ, ഞാൻ ബസ്സിന് വന്നോളാം. സമയമൊന്നും ആയിട്ടില്ലല്ലോ. മഹിയേട്ടൻ വെക്കോ. ഒറ്റ വീക്ക് അങ്ങ് വെച്ച് കയറിഞ്ഞ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഈ മഹിക്ക് തിരിച്ചു കൊണ്ടാക്കാനും അറിയാം. മര്യാദക്ക് കാറി കയറിക്കോ. അല്ല മഹിയേട്ടാ, അത് ഒന്നും പറയണ്ട, എളുപ്പം കയറിക്കോ. ഇനി സീറ്റ് ബെൽറ്റ് ഇടാനും ഞാൻ പറയണോ? അല്ല.
അപ്പൊ നമുക്ക് പോകാല്ലേ? ആ അനു, അമ്മ എന്തിനാ വിളിപ്പിച്ചേ? എന്റെ വിനു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ സെറ്റ് ആക്കി വരുമായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മ ഇങ്ങനെ പറയുന്നു ഞാൻ കരുതിയതേയില്ല. നീ എന്താ കാര്യം പറ. എന്റെ വിനു, നമ്മൾ അമ്മ അറിയാതെ അമ്മയുടെ സപ്തതി ആഘോഷത്തിന്റെ പ്ലാൻ നടത്തിയില്ലേ? അത് അമ്മ അറിഞ്ഞിരിക്കുന്നു. ഓ, അതാണോ കാര്യം? അമ്മ അറിഞ്ഞാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ല എന്റെ വിനു, അപ്പുറത്തെ അണിയതില്ലേ, അങ്ങേര് ഇതേ പ്ലാൻ നടത്തുന്നുണ്ടായിരുന്നു. ആണോ? അമ്മ പറയുക രണ്ടു വീട്ടിലും കൂടെ അമ്മയ്ക്ക് ഓടി നടന്ന് സപ്തതി ആഘോഷിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അമ്മയുടെ പിറന്നാളിന് 2 ദിവസം മുമ്പ് തൊട്ട് എല്ലാവരും കുടുംബ വീട്ടിൽ ചെന്ന് നിൽക്കണം. അവിടെ വെച്ച് സപ്തതി ആഘോഷിക്കാന്നൊക്കെയാ അമ്മ പറയുന്നത്. ആഹാ, ആ നല്ല കാര്യമല്ലേ അനു? അപ്പൊ തന്നെയല്ലേ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത്? എത്ര വർഷമായിട്ട് ഉത്സവത്തിനൊക്കെ കൂടിയിട്ട്. ഓ എന്റെ വിനു, ഇതുവരെ വിനുവിന് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലേ? നമ്മൾ മാത്രമല്ല കുടുംബ വീട്ടില്, അപ്പുറത്തെ അങ്ങേരും കുടുംബവും കാണും അവിടെ. അയാളുടെ കൂടെ ഒരു ഒറ്റ ദിവസം പോലും എനിക്ക് അവിടെ പറ്റില്ല വിനു. അവരാഘോഷിക്കട്ടെ, നമുക്ക് പോണ്ട. അനു, താനെന്ത് വർത്താനം പറയുന്നത്? പോയിണ്ടാന്നോ? അയാളും കുടുംബം വരുന്നത് നമുക്കെന്താ? നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി നിന്നാ മതി. ആരെയും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ പോവാതിരുന്ന അത് അമ്മയ്ക്കായിരിക്കും വിഷമാവുന്നത്. വെറുതെ നല്ലൊരു ദിവസമായിട്ട് അമ്മയെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും വിനു, അയാളും കുടുംബം ഉള്ളപ്പോ എങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും മൈൻഡ് ആക്കണ്ട. അടുത്ത ആഴ്ച നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു. 2 ദിവസം അവിടെ നിൽക്കുന്നു. അമ്മയുടെ സപ്തതി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. വേറൊന്നും താനിപ്പോ ചിന്തിക്കേണ്ട. ഓക്കെ? കുഞ്ഞൂട്ടാ, പപ്പി, എന്തെടുക്കാ കുഞ്ഞൂട്ടാ? ഞാൻ വെറുതെ ഇവിടെ നടക്കുമായിരുന്നു. അല്ല, പപ്പി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, മനുവേട്ടൻ ഉള്ളപ്പോഴേ കുഴപ്പമുള്ളൂ. ഇവിടെ ഇപ്പൊ മനുവേട്ടൻ ഇല്ലാത്തോണ്ട് വേറെ ആരും എന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തന്റെ കാലുവേദന മാറിയായിരുന്നോ? മാറി, എന്നാലും കുറച്ചുകൂടെ ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ചു നടക്കണം. അന്ന് ഞാൻ പേടിച്ചു പോയി. അതൊന്നും സാരല്ല കുഞ്ഞൂട്ടാ. ഇതെന്താ ചോക്ലേറ്റ്സോ? കഴിഞ്ഞ തവണ മനുവേട്ടൻ വന്നപ്പോ എനിക്ക് കൊണ്ടുതന്നതാ. അയ്യോ, ആണോ? എന്നാ എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ തന്നാ കഴിക്കില്ലേ? കഴിക്കു കുഞ്ഞൂട്ടാ. അയ്യോ, കരയണ്ട. ഇങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. അല്ല, ഇപ്പൊ പപ്പിക്ക് ഞാൻ തിരിച്ചെന്താ തരിക? ഞാനൊരു കാര്യം ചോദിച്ചാ എനിക്ക് തരുവോ? എന്താ ചോദിക്കും? അതില്ലേ, എനിക്ക് തന്റെ കുഞ്ഞേച്ചി എപ്പോഴും കുടിച്ചോണ്ട് നടക്കുന്ന ബനാന മിൽക്ക് ഇല്ലേ, അതൊരെണ്ണം തരുവോ? അയ്യോ, അത് കുഞ്ഞേച്ചി മേടിച്ചു വെച്ചേക്കുന്നോ? അതിലൊരെണ്ണം കാണാതായാൽ പോലും കുഞ്ഞേച്ചി കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാനില്ല. അപ്പൊ കുഞ്ഞുട്ടിന് എന്നോട് സ്നേഹമൊന്നും ഇല്ല അല്ലേ? എനിക്കറിയാം. എന്റെ കാല് കൂടെ വയ്യാതെ ഞാൻ കുഞ്ഞുട്ടനെ കാണാൻ വന്നതാ. പക്ഷെ കുഞ്ഞുട്ടന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അയ്യോ, കരയണ്ട, ഞാൻ എടുത്തു തരാം. ആരോട് പറയല്ലേ? പക്ഷെ ഇല്ല, ആരോടും പറയത്തില്ല. നല്ല കുഞ്ഞൂട്ടൻ. എളുപ്പം എടുത്തോണിട്ടാ. ബനാന മിൽക്ക് കുടിക്കാനായിട്ട് പപ്പിക്ക് കൊതിയായി. മാസി, വീടെത്താറായി. എവിടെയാ ഞാൻ നിർത്തേണ്ടേ? ആ ജംഗ്ഷനിൽ നിർത്തിയാ മതി. അവിടുന്ന് ഞാൻ നടന്നു പോയിക്കോളാം. ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങുവാ. മാസി, ഒരു മിനിറ്റ്. എന്താ മഹേട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞ മാസി കേക്കോ? എന്താ മഹേട്ടൻ പറയേ? എനിക്ക് വേറെ ഒന്നും വേണ്ട. മാസി എന്നെ സ്നേഹിക്കണമെന്നോ പണ്ടത്തെ പോലെ ആവണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതുപോലെ ഇന്ന് എന്നോട് സംസാരിച്ചതുപോലെ ഒരു പിണക്കം ഇല്ലാതെ മാസിക്ക് എന്നോട് ഇനി സംസാരിക്കാൻ പറ്റുമോ? വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. പ്ലീസ്. ഞാൻ സംസാരിക്കാം. പ്രോമിസ്? പ്രോമിസ്.
പ്രോമിസ്. എൻ്റെ ചേച്ചി എനിക്ക് മേടിച്ചു തന്നിട്ട് പോയ ഓറഞ്ചും പഴമൊക്കെ ഒരു ദാക്ഷിണ്യമില്ലാതെ കഴിക്കുന്ന കണ്ടില്ലേ കാലമാണ്. തൊലിയെങ്കിലും വെച്ചേക്കും എന്തോ.